ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIGP ഫസ്റ്റ് സെം AEC2 BA ഹിന്ദിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ സ്പെസിഫിക് ആയി BA ഓണേഴ്സ് എടുത്ത കുട്ടികൾക്ക് വരുന്ന AEC2 ഹിന്ദി സിലബസിലെ പ്രഥം രശ്മി എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്റർ തേർഡ് മൊഡ്യൂൾ ആയിട്ടുള്ള റീഡിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ലേഖകനെ പറ്റി നോക്കാം. ലേഖകന്റെ പേര് സുമിത്രാനന്ദൻ പന്ത് എന്നതാണ്. सुमित्रानंद पंत जी का जन्म उत्तरांचल प्रांत के अल्मोड़ा जनपद के गांव कौसानी में 20 मई सन 1900 ईस्वी को हुआ था. इनके पिता गंगादत्त पंत एक ख्याति लब्ध जमींदार थे और इनकी माता का नाम सरस्वती देवी था. परंतु पंत जी को बचपन में ही मातृ स्नेह से वंचित होना पड़ा था. इनका वास्तविक नाम गोसाई दत्त था, किंतु जब ये अल्मोड़ा के हाई स्कूल में पढ़ने आए तब इन्होंने अपना नाम बदलकर सुमित्रानंदन रख दिया. इसके बाद काशी के मैट्रिक परीक्षा पास करने के बाद ये प्रयाग के म्योर सेंट्रल कॉलेज में दाखिल हुए और असहयोग आंदोलन के कारण सन 1921 ईस्वी में इन्होंने कॉलेज छोड़ दिया. അതായത് സുമിത്രാനന്ദൻ പന്ത് ഉത്തരാഞ്ചൽ പ്രവിശ്യയിലെ അൽമോറ ജില്ലയിലെ കൗസാനി ഗ്രാമത്തിൽ 1900 മെയ് 20-നാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ഗംഗാദത്ത് പന്ത് അറിയപ്പെടുന്ന ഒരു ജമീന്ദാറായിരുന്നു. അമ്മയുടെ പേര് സരസ്വതി ദേവി എന്നായിരുന്നു. എന്നാൽ പന്ത്ജിക്ക് ബാല്യകാലത്ത് മാതൃസ്നേഹം ലഭിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഗോസായി ദത്ത് എന്നായിരുന്നുവെങ്കിലും അൽമോറയിലെ ഹൈസ്കൂളിൽ പഠിക്കാനെത്തിയപ്പോൾ അദ്ദേഹം തന്റെ പേര് മാറ്റി സുമിത്രാനന്ദൻ എന്നാക്കി. കാശിയിൽ നിന്നും മെട്രിക് പരീക്ഷ പാസ്സായതിനു ശേഷം അദ്ദേഹം പ്രയാഗിലെ മ്യോർ സെൻട്രൽ കോളേജിൽ ചേർന്നു. തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1921 അദ്ദേഹം കോളേജ് പഠനം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. महाकवि सुमित्रानंद पंत को उनकी प्रसिद्ध रचना कला और बूढ़ा चांद पर साहित्य अकादमी पुरस्कार, लोकायतन पर सोवियत भूमि का नेहरू पुरस्कार तथा चिदंबरा पर भारतीय ज्ञानपीठ पुरस्कार से सम्मानित किया गया. इसके साथ ही भारत सरकार ने इन्हें वर्ष 1961 में पद्म भूषण से भी सम्मानित किया था. काव्य कला की दृष्टि से पंत जी प्रथम श्रेणी के कवियों में गिने जाते हैं. इनके काव्य में सर्वप्रथम कला को, उसके उपरांत विचारों को और अंत में भावों को स्थान मिलता है. इसलिए डॉक्टर नागेंद्र ने कहा है कि पंत जी प्रधान रूप से कलाकार है. इनकी भाषा शुद्ध खड़ी बोली है जिसमें तत्सम शब्दों की अधिकता देखने को मिलती है. इसके अलावा इन्होंने अपनी रचनाओं में उपमा, रूपक, उत्प्रेक्षा, उल्लेख, स्मरण, संदेह, विभावना, विशेषण विपर्यय तथा मानवीकरण जैसे अलंकारों का बहुत ही सुंदर प्रयोग किया है. അതായത് മഹാകവി സുമിത്രാനന്ദ് പന്തിന് അദ്ദേഹത്തിന്റെ കല ഓർ ബുഡാ ചാന്ദ് എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി അവാർഡും ലോകായതൻ എന്ന കൃതിക്ക് സോവിയറ്റ് ഭൂമിക നെഹ്റു അവാർഡും അതുപോലെ തന്നെ ചിദംബര എന്ന കൃതിക്ക് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 1961 ഇന്ത്യൻ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ഓണർ ചെയ്തിട്ടുണ്ട്. പോയട്രി അഥവാ കാവ്യകലയുടെ കാര്യത്തിൽ മുൻനിര ലേഖകന്മാരിൽ അറിയപ്പെടുന്ന ഒരു പോയറ്റാണ് പന്ത്ജി. അദ്ദേഹത്തിന്റെ കവിതകളിൽ ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ആർട്ടിനും, അതായത് കലയ്ക്കും, അതിനുശേഷം തോട്ട്സ് വിചാരങ്ങൾക്കും, പിന്നെ ഫീലിങ്സിനുമാണ്. ഭാവങ്ങൾ, ഫീലിങ്സ് എന്നാൽ ഭാവങ്ങൾ. അതുകൊണ്ട് തന്നെ പന്ത്ജി മെയിൻലി ഒരു ആർട്ടിസ്റ്റ് തന്നെയാണെന്നാണ് ഡോക്ടർ നഗേന്ദ്ര അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്യുവറായ ഖടി ബോലിയാണ്. അതിൽ സംസ്കൃതത്തിൽ നിന്നുള്ള തത്സം വേർഡുകൾ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഉപമ, രൂപക്, ഉത്പ്രേക്ഷ, ഉല്ലേഖ്, സ്മരൺ, സന്ദേഹ്, വിഭാവന, വിശേഷൺ വിപര്യയ് തഥാ മാനവീകരൺ തുടങ്ങിയ വിവിധ തരത്തിലുള്ള അലങ്കാരങ്ങളും അദ്ദേഹത്തിന്റെ കവിതയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയി തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നയേ ഉപമാനോं के चयन, ध्वन्यार्थ व्यंजना, लाक्षणिक तथा प्रतीकात्मक शैली के उपयोग द्वारा कवि ने अपनी विषय वस्तु को अत्यंत संप्रेक्षणीय बनाया है. അതായത് പുതിയ ഉപമാനങ്ങളുടെ സെലക്ഷൻ, ധ്വന്യാർത്ഥ വ്യഞ്ജന, ലക്ഷണ, പ്രതീകാത്മകമായിട്ടുള്ള സ്റ്റൈൽ എന്നിവയുടെ എല്ലാം ഉപയോഗം കാരണം കവി തന്റെ വിഷയത്തെ വളരെ ഇഫക്റ്റീവായ രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളെ പറ്റിയാണ്. കാവ്യരചനകൾ വരുന്നത് വീണ, ഗ്രന്ഥി, പല്ലവ്,
ഗുഞ്ചൻ, യുഗാന്ത്, യുഗവാണി, ഗ്രാമ്യ, സ്വർണകിരൺ, സ്വർണധൂളി, ഉത്തര, രജത ശിഖർ, शिल्पी, अतिमा, वाणी, कला और बूढ़ा चांद, रश्मिबंध, चिदंबरा, समाधिता, लोकायतन, കിരൺ വീണ, ഗീത് ഹംസ്, ഗന്ധവീഥി, സത്യകാം എന്നിവയാണ്. റേഡിയോ രൂപകായി ജ്യോത്സ്നയും ഉപന്യാസ് എന്ന ഭാഗത്ത് ഹാർ എന്ന് പറയുന്ന കൃതിയും വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാവ്യസംഗ്രഹ് ആധുനിക് കവി എന്നുള്ളതാണ്. और अंत में हिंदी साहित्य को अपनी अनमोल रचनाओं से समृद्ध करने वाले महान कवि सुमित्रानंद पंत का निधन 28 दिसंबर 1977 ईस्वी में हुआ था. ഓക്കെ, ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. പ്രഥം രശ്മി എന്നതാണ് നമ്മുടെ കവിതയുടെ പേര്. ലേഖകന്റെ പേര് സുമിത്രാനന്ദ് പന്ത് എന്നതാണ്. പ്രഥം രശ്മി കാ ആന രംഗിനി തൂനെ കൈസെ പഹചാന കഹാം കഹാം ഹേ ബാൽ വിഹംഗിനി പായ തൂനെ വഹ് ഗാന. എന്താണ് പ്രഥം രശ്മിക ആന? പ്രഥം രശ്മി എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യന്റെ ആദ്യത്തെ കിരണം എന്താണ്? ആ ലൈറ്റിന്റെ വരവ്. രംഗിനി, റംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നിറം എന്താണ്? അപ്പൊ രംഗിനി കളർഫുൾ ആയിട്ടുള്ള, ഇവിടെ ഉദ്ദേശിക്കുന്ന ചെയർഫുൾ ആയിട്ടുള്ള, അതിന്റെ സന്തോഷത്തിലിരിക്കുന്ന ഒരു കിളിയാണ് സംബോധന ചെയ്യുന്നത്. ഇവിടെ രംഗിനി ആ ഒരു ചെയർഫുൾ ആയിട്ടുള്ള ബേർഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. തൂനെ കൈസെ പഹചാന, നീ എങ്ങനെ, പഹചാന എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചറിയുക. നീ എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്തു? നീ എങ്ങനെയാണ് അത് അറിഞ്ഞത്? അപ്പൊ എന്താ? കഹാം കഹാം ഹേ ബാൽ വിഹംഗിനി പായ തൂനെ വഹ് ഗാന. കഹാം കഹാം എവിടെ നിന്നാണ്? ഹേ ബാൽ വിഹംഗിനി, ബാൽ വിഹംഗിനിനെ സംബോധന ചെയ്യാണ്. ഹേ എന്ന് പറഞ്ഞ സംബോധന ചെയ്യാണ്. ബാൽ വിഹംഗിനി യങ് ഫീമെയിൽ ബേർഡ്, ഒരു പെൺപക്ഷിയുടെ അടുത്ത് ചോദിക്കുകയാണ്. കഹാം കഹാം ഹേ ബാൽ വിഹംഗിനി പായ തൂനെ വഹ് ഗാന, ഈ ഗാന, ഈ ഒരു പാട്ട് നീ എവിടെ നിന്നാണ് എടുത്തത്? നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ്? രാവിലെ സൂര്യന്റെ ഫസ്റ്റ് റേ അഥവാ ആദ്യത്തെ കിരണം വരുമ്പോൾ തന്നെ പ്രകൃതിയുടെ ആ ഒരു മാറ്റം, ചെറിയ പക്ഷി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് എന്നും ആ മനോഹരമായ പാട്ട് അതിനെവിടെ നിന്ന് കിട്ടിയെന്നുമാണ് കവി ഇവിടെ ചോദിക്കുന്നത്. പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിലുള്ള ആത്മബന്ധമാണ് ഈ വരികളിൽ കവി മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി सोई थी तू स्वप्न नींद में पंखों के सुख में छिपकर ऊँघ रहे दे घूम द्वार पर പ്രഹരി സെ ജുഗുനു നാന. ഇവിടെ എന്താണ്? സോയി ധി തു സ്വപ്ന നീഡ് മീ. നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസ്റ്റ്, അതിന്റെ കൂടിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോന എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങുക. സോയി ധി, നീ ഉറങ്ങുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നീ നിന്റെ സ്വപ്നങ്ങൾ നിറഞ്ഞ നിന്റെ കൂട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. പങ്ഖോം കെ സുഖമേ ചിപ്കർ ഊങ്ക് രഹേ ദേ, എന്താണ്? നീ നിന്റെ ചിറകുകളുടെ ഇടയിൽ ഒളിച്ച്, ചിപ്കർ എന്ന് പറഞ്ഞാൽ ഒളിച്ച്, പങ്ക് എന്ന് പറഞ്ഞാൽ ചിറകാണ്, ചിറകുകളുടെ ഇടയിൽ ഒളിച്ച് അതിന്റെ അസുഖത്തിൽ ഊങ്ക് രഹേദെ. ഊങ്ഖന എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രോസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഉറക്കം തൂങ്ങുക. അപ്പൊ നീ നിന്റെ ചിറകിന്റെ ഇടയിൽ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഘൂം ദ്വാർ പർ പ്രഹരി സെ ജുഗ്നൂനാണ്. ഇവിടെ ഘൂം ദ്വാർ എന്ന് പറഞ്ഞ ആക്ച്വൽ മീനിങ് വരുന്നത് കവാടം, പ്രവേശന കവാടം എന്നുള്ള മീനിങ് ആണ്. അതായത് നിന്റെ പ്രവേശന കവാടത്തിന് ചുറ്റും അല്ലെങ്കിൽ ആ കിളി ഉറങ്ങുന്നതിന് ചുറ്റും പ്രഹരി സെ കാവൽക്കാരനെ പോലെ ജുഗുനു മിന്നാമിനുങ്ങ, മിന്നാമിനുങ്ങ നിനക്ക് ചുറ്റും ഒരു കാവൽക്കാരനെ പോലെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് പുലർച്ചെയാകുന്നതിന് മുമ്പ് ആ ചെറിയ പക്ഷി തന്റെ സ്വപ്നങ്ങളുടെ കൂട്ടിൽ ചിറകുകൾക്കുള്ളിൽ സുരക്ഷിതമായി ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് മിന്നാമിനുങ്ങൾ എന്ത് ചെയ്യുന്നു? പല വിധത്തിൽ കാവൽക്കാരായ പ്രഹരികളെ പോലെ ആ വാതിലിൽ, അതായത് ആ കിളിക്ക് ചുറ്റും ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു എന്ന്. ഇവിടെ പ്രകൃതിയുടെ ശാന്തമായ അന്തരീക്ഷത്തെയാണ് മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ശശി കിരണോം സെ ഉത്തർ ഉത്തർ കർ ഭൂപർ കാമരൂപ് നഭചർ ചും നവൽ കലിയോം കാ മൃദുമുഖ് സിഖാ രഹേ ഥേ മുസ്കാന. ഇവിടെ എന്താണ്? ശശികിരണോം സെ ഉത്തർക്കർ. ശശികിരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രന്റെ പ്രകാശം, നിലാവാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തർക്കർ അതിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആര്? ഭൂപർ കാമരൂപ് നഭചർ. കാമരൂപ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഷിഫ്റ്റിംഗ് ആണ്, അതല്ലെങ്കിൽ അവൻ അത്രയും ഇഷ്ടപ്പെടുന്ന അത്രയും ഭംഗിയുള്ള നഭചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈ വാണ്ടറേഴ്സ്, അതായത് സെലസ്റ്റിയൽ വിങ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എങ്ങോട്ടാണ് അവർ വരുന്നത്? ഭൂപർ, ഭൂമിയിലേക്ക്. എന്നിട്ടോ ചൂം നവൽ കലിയോം കാ മൃദുമുഖ്. ചൂംന എന്ന് പറഞ്ഞാൽ ഉമ്മ വെക്കുക എന്നുള്ളതാണ്. ഇവിടെ നവൽ കലിയ, നവൽ എന്ന് പറഞ്ഞാൽ ന്യൂ, പുതിയത്. കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ട്. അതായത് പുതിയ പൂമൊട്ടുകൾക്ക് ഉമ്മ കൊടുത്ത്, അവയുടെ മൃദുവായിട്ടുള്ള മുഖത്ത് ഉമ്മ കൊടുത്ത്
സിഖാ റഹേ ദേ മുസ്കാന, എങ്ങനെ ചിരിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ചന്ദ്രന്റെ കിരണങ്ങളിലൂടെ താഴേക്ക് ഇറങ്ങി വന്ന ഭൂമിയിൽ വിഹരിക്കുന്ന ആകാശത്തിലെ ജീവികൾ അല്ലെങ്കിൽ നഭശകങ്ങൾ വിരിഞ്ഞു വരുന്ന പുതിയ പൂമൊട്ടുകളുടെ കോമളമായ മുഖത്ത് ചുംബിച്ച് അവയ്ക്ക് എങ്ങനെയാണ് പുഞ്ചിരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നാണ് കവി പറയുന്നത്. ഇവിടെ പ്രകൃതിയുടെ ഉണർവിനെയും അതിന്റെ ഭംഗിയെയും മനോഹരമായി കവി പറയുന്നുണ്ട്. ഇനി സ്നേഹഹീൻ താരോं के दीपक श्वास शून्य थे तरु के पात विचर रहे थे स्वप्न अवनी में तमने था मंडप ताण. ഇവിടെ സ്നേഹഹീൻ താരോं के ദീപക്, താര എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രം, സ്റ്റാർ എന്നുള്ളതാണ്. ദീപക് മീൻസ് വിളക്ക്. സ്നേഹഹീൻ എന്ന് പറഞ്ഞാൽ എണ്ണയില്ലാത്ത എന്നുള്ള രീതിയിലാണ്. ഇവിടെ എന്താണ്? എഫെക്ഷൻ ഇല്ലാത്ത, ലൈഫ്ലെസ് ആയിട്ടുള്ള, ജീവനില്ലാത്ത താരോं के ദീപക്, രാത്രിയുടെ അവസാന നിമിഷങ്ങളെയാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. ആകാശത്തെ നക്ഷത്രങ്ങൾ എണ്ണ തീർന്ന പോലെ അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത പോലെ, ലൈഫ്ലെസ് ആയ പോലെ മങ്ങിയിരിക്കുന്നു. മരങ്ങളുടെ ഇലകൾ അനക്കമില്ലാതെ, ശ്വാസമില്ലാത്തതുപോലെ ശാന്തമായി കിടക്കുകയാണ്. ആ സമയത്ത് സ്വപ്ന ലോകത്ത് വിചരിച്ചുകൊണ്ടിരിക്കുന്ന ആ അന്തരീക്ഷത്തിൽ ഇരുട്ട് ഒരു വലിയ പന്തൽ പോലെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് പ്രകൃതിയുടെ ആ ശാന്തമായ രാത്രി ദൃശ്യത്തെ കവി ഇവിടെ വരച്ചു കാട്ടുക. ഇനി ലാസ്റ്റ് സ്റ്റാൻസയാണ് വരുന്നത്. കൂക്ക് ഉടി സഹസാ തരുവാസിനി ഗാതു സ്വാഗത് കാ ഗാന കിസ്നെ തുജ്കോ അന്തർയാമിനി ബത്ലായ ഉസ്കാ ആന. ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. കിസ്നെ തുജ്കോ അന്തർയാമിനി ബത്ലായ ഉസ്കാ ആന. ഇവിടെ എന്താണ്? നമ്മൾ പറഞ്ഞു, ഇരുട്ട് വ്യാപിച്ചു കിടക്കുകയായിരുന്നു, സൈലൻസ് ആയിരുന്നു എല്ലാവിടെയും. അപ്പോഴാണ് പെട്ടെന്ന് കൂക്ക് ഉടി സഹസ തരുവാസിനി. കൂക്ക് ഉടന എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കെ സൗണ്ട് ഉണ്ടാക്കുക, ശബ്ദമുണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. സഹസ പെട്ടെന്ന്. തരു വാസിനി, തരു എന്ന് പറഞ്ഞാൽ മരമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാസിനി അതിൽ വസിക്കുന്നത്, അതായത് മരത്തിൽ വസിക്കുന്ന നമ്മുടെ കിളിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഗാ തു സ്വാഗത ഗാന, എന്താണ്? അവള് പെട്ടെന്ന് സ്വാഗതത്തിന്റെ ആ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോ കവി ചോദിക്കുകയാണ് പക്ഷിയുടെ അടുത്ത്, കിസ്നെ തുജ്കോ അന്തർയാമിനി ബത്ലായ ഉസ്ക ആന. കിസ്നെ തുജ്കോ അന്തർയാമിനി. അന്തർയാമിനി എന്ന് പറഞ്ഞാൽ മനസ്സറിയുന്നവൾ. അന്തർ എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അന്തർയാമിനി മനസ്സറിയുന്നവൾ. അതായത് ഈ കിളി കറക്റ്റ് ആയിട്ട് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ ചിലയ്ക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ കവി ചോദിക്കുകയാണ്, അന്തർയാമിനിയായ പക്ഷി, നിനക്ക് ആരാണ് പറഞ്ഞു തന്നത്? ബദലാന, പറഞ്ഞു തരിക. ആരാണ് പറഞ്ഞു തന്നത്? ഉസ്ക ആന, അവന്റെ വരവ് നിനക്ക് ആരാണ് പറഞ്ഞു തന്നത്? സൂര്യനെ ആവാം, അല്ലെങ്കിൽ സൂര്യന്റെ ആദ്യത്തെ കിരണത്തെ ആവാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കവിത കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കവിതയുടെ ടോട്ടൽ ആയിട്ടുള്ള മീനിങ് ഒന്ന് നോക്കാം. പുലർച്ചെ സൂര്യന്റെ ആദ്യത്തെ കിരണം ഭൂമിയിലേക്ക് വരുമ്പോൾ ആ മാറ്റം ഒരു ചെറിയ പക്ഷി എങ്ങനെ ഇത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്നും മനോഹരമായ അതിന്റെ പാട്ട് എവിടെ നിന്നാണ് അവൾക്ക് കിട്ടിയതെന്നും കവി അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. രാവിലെ ആകുന്നതിന് മുമ്പ് ആ പക്ഷി തന്റെ സ്വപ്നങ്ങളുടെ കൂട്ടിൽ ചിറകുകൾക്കുള്ളിൽ സുരക്ഷിതമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മിന്നാമിനുങ്ങുകൾ കാവൽക്കാരെ പോലെ ആ കൂട്ടിന്റെ വാതിലിനു ചുറ്റും കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രന്റെ കിരണങ്ങളിലൂടെ ആകാശത്തു നിന്നും, അതായത് നിലാവിലൂടെ ആകാശത്തു നിന്നും താഴെ ഇറങ്ങുന്ന ജീവികൾ, നഭചരങ്ങൾ എന്ന് പറയുന്നുണ്ട്, ഭൂമിയിലെത്തി പുതിയ പൂമുട്ടുകളുടെ കോമളമായ മുഖത്ത് ചുംബിച്ച് അവയ്ക്ക് പുഞ്ചിരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആകാശത്തെ നക്ഷത്രങ്ങൾ എണ്ണ തീർന്ന ദീപങ്ങൾ പോലെ മങ്ങിയിരിക്കുന്നതായും മരങ്ങളുടെ ഇലകൾ അനക്കമില്ലാതെ ശാന്തമായി കിടക്കുന്നതായും കവി കാണിക്കുന്നുണ്ട്. ആ സമയത്ത് സ്വപ്നലോകത്ത് വിചരിച്ചു കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിലെ ഇരുട്ട് ഒരു വലിയ പന്തൽ പോലെ എല്ലായിടത്തേക്കും വ്യാപിച്ചു കിടക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഇത് രാത്രിയുടെ അവസാന യാമത്തെയും ശാന്തതയെയുമാണ് മെൻഷൻ ചെയ്യുന്നത്. ഇനി അവസാനമായി മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ആ പക്ഷി പെട്ടെന്ന് ഉണർന്ന് ശബ്ദമുണ്ടാക്കി പ്രകൃതിയിലേക്ക് പുലരിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പാടാൻ തുടങ്ങുകയാണ്. സർവവും അറിയുന്ന ആ പക്ഷിക്ക് പ്രകാശത്തിന്റെ വരവിനെ കുറിച്ച് ആര് പറഞ്ഞു കൊടുത്തു എന്നാണ് കവി ചോദിക്കുന്നത്. ഇനി നമുക്ക് കവിത ഒന്നുകൂടി വായിച്ചു നോക്കാം. പ്രഥം രശ്മി, സുമിത്രാനന്ദ് പന്ത്. प्रथम रश्मि का आना रंगिनी तूने कैसे पहचाना कहाँ है बाल विहंगिनी पाया तूने वह गाना सोई थी तू स्वप्न नीड में पंखों के सुख में छिपकर ऊँघ रहे थे घूम द्वार पर प्रहरी से जुगनू नाना शशि किरणों से उतर उतर कर भू पर काम रूप नभचर चूम नव कलियों का मृदुमुख सिखा रहे थे मुस्काना स्नेहहीन तारों के दीपक श्वास शून्य थे तरु के पात
विचर रहे थे स्वप्न अवनी में, तमने था मंडप ताना। कूक उड़ी सहसा तरुवासिनी, गा तू स्वागत का गाना। किसने तुझको അന്തർയാമിനി ബത്തലായ ഉസ്ക ആന. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കവിത. ഇവിടെ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.